ഹലോ ഗേസ്, ഇന്നത്തെ യാത്ര പഴനിക്ക് കേട്ടോ. അപ്പം ഞങ്ങളൊരു 4:30 ആകുമ്പോൾ എണീറ്റ് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും കൂടി ബസ് സ്റ്റാൻഡിൽ പോയി. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടോ. ഞാനും എൻ്റെ അമ്മയും അനിയനും അനിയത്തിയും എൻ്റെ മക്കളും അങ്ങനെ ഞങ്ങളെ മാത്രമായിട്ടാണ് പോയത്. അമ്മയ്ക്ക് ഇങ്ങനെ വഴിപാടുണ്ടായപ്പോൾ അങ്ങനെ പോയതാണ്. നേരെ അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റിന് ഏകദേശം ഒരു 400 രൂപേൻ്റെ അടുത്തായിട്ടോ, ഇവിടുന്ന് കോയമ്പത്തൂർ വരെ ഉള്ളത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടുന്ന് തന്നെ അനിയൻ പോയിട്ട് പിന്നെ ടിക്കറ്റ് വേറെ പഴനിക്കുള്ളത് വേറെ എടുത്തിട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിൻ വന്നിട്ടു. ട്രെയിൻ വന്ന് അതിൽ കയറി നല്ല തിരക്കായിരുന്നു. പിന്നെ എല്ലാവരും ഒറ്റപ്പാലം കുറേ പേര് ഒഴിഞ്ഞു. പിന്നെ പാലക്കാട്ടേക്ക് തന്നെ എത്തിയപ്പോഴേക്കിന് എല്ലാവരും ഏകദേശം ഫുള്ള് ആൾക്കാർ കാലിയായി. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അവരും ഇതേപോലെ പഴനിക്കായിരുന്നു. അങ്ങനെ അവരും ഞങ്ങൾ മാത്രമായി. പിന്നെ അവിടുന്ന് ട്രെയിനിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിശന്നപ്പോൾ അങ്ങനെ വടയും ചായയും അങ്ങനെയൊക്കെ അങ്ങനെ വാങ്ങി തിന്നു. കുറേയൊക്കെ ഇങ്ങനെ ഇരുന്നു സംസാരിച്ചു. കുട്ടികൾക്കും ഇങ്ങനെ മുകളിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ 2 പേരെയും അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ കയറ്റിയിരുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ പഴനിയിലെത്തി. ട്രെയിൻ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ അവിടുന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോയ്ക്ക് എത്രയും 150 രൂപയായി. അങ്ങനെ പഴനിയിൽ അവിടെ കൊണ്ടുപോയി ഇറക്കി തന്നു. അവരെന്നെ ഓട്ടോ ഡ്രൈവർ തന്നെ ഞങ്ങൾക്ക് റൂം എടുത്ത. അങ്ങനെ അനിയൻ തന്നെ റൂം നോക്കി. അനിയൻ പഴനിയുടെ തൊട്ടടുത്ത് തന്നെ റൂം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ പഴനിക്ക് പെട്ടെന്ന് പോകാമല്ലോ. അങ്ങനെ പഴനിയുടെ തൊട്ടടുത്ത് തന്നെ റൂം കിട്ടിയിട്ടോ. നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല വൃത്തിയും നല്ല റൂമായിരുന്നു. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു അമ്മേനെ ഡാൻസ് പഠിപ്പിച്ചാലോ എന്ന്. അങ്ങനെ അമ്മയ്ക്ക് 2-3 സ്റ്റെപ്പ് പഠിപ്പിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മാങ്ങ വിൽക്കണത് കണ്ട്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ കണ്ടിരുന്നു. അപ്പോൾ വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരെന്നെ പറഞ്ഞ് അവരെന്നെ കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ കഴുകിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് റൂമിൽ നിന്ന് കഴുകിയിട്ട് കഴിക്കാമല്ലോ വിചാരിച്ചു. അവന് മാങ്ങ അവിടുന്ന് ഇപ്പോൾ വാങ്ങി റൂമിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് കഴിക്കാമല്ലോ എന്ന് നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ പായസം വെക്കണതുണ്ടായിരുന്നു. അവിടെ പോയിട്ട് 5 ബോട്ടിൽ പായസം വാങ്ങി. ഒന്നിന് 40 രൂപ കേട്ടോ. ടൈം ഒരുപാട് വൈകിയിരുന്നു. അങ്ങനെ നേരെ റൂമിൽ പോയി. പിന്നെ രാവിലെ പുലർച്ചെയാണ് മല കയറാമെന്ന് വിചാരിച്ചത്. അത്രയേ ഉള്ളൂ കേട്ടോ.